അത് ഇടതുപക്ഷത്തെ ചില സാംസ്കാരിക പ്രമുഖരുണ്ട്. അവര് നാട്ടിൽ നടക്കുന്നതൊക്കെ കണ്ണടയ്ക്കും. എന്നിട്ട് ഈ ചിതറിത്തെറിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ട് പരസ്യമായി പിന്തുണയ്ക്കുക. ഈ ആശാ വർക്കർമാർ ഇത്രയും ദിവസം കണ്ണീരുമായി തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ ഇവരാരും പോയില്ലല്ലോ. ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ്. ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള അക്കാദമിയുടെ ചെയർമാനാണ് ശ്രീ സച്ചിദാനന്ദൻ. ഞാൻ അദ്ദേഹത്തെ തൊഴുകയോടുകൂടി നമസ്കരിക്കും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടല്ല. പക്ഷെ അദ്ദേഹം ഒരു വ്യക്തമായ നിലപാടെടുത്തു. വ്യക്തമായ നിലപാടെടുത്തു. അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയമാണെങ്കിൽ ആയിക്കോട്ടെ. മല്ലിക സാരാഭായി LDF കലാമണ്ഡലത്തിന്റെ ചാൻസലറാക്കിയതാണ്. അവരൊരു നിലപാടെടുത്തു. അവരുടെയൊക്കെ രാഷ്ട്രീയം വരെയാണ്, ഞങ്ങളുടെ രാഷ്ട്രീയമല്ല. പക്ഷെ ഞങ്ങൾ അവരെ അഭിനന്ദിക്കുകയും അവരുടെ മുന്നിൽ നമസ്കാരം പറയുകയും ചെയ്യും. സാറ ടീച്ചർ എന്തൊരു സ്ട്രോങ് സ്റ്റാൻഡായിട്ട് എത്ര പേരുണ്ട്. അന്നൊന്നും കാണാത്ത ആളുകളാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പായപ്പോ ഇറക്കിയിരിക്കാൻ. തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു പ്രശ്നം വന്നാലും ഇവരൊന്നും കണ്ണുറക്കില്ല, ഇവരൊന്നും കാണൂല, കണ്ണടക്കില്ല. LDF ഭരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ, ഞങ്ങൾക്ക് വിരോധം. ബിജെപി സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് UDFന്റെ വോട്ടുകളും ശേഖരിക്കാനാണ്. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് അല്ല, ആയിരിക്കാം. LDFും CPMും BJPയും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവമുണ്ട്. സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്നാണ് അവർ ആദ്യത്തെ ചർച്ചയിൽ തീരുമാനിച്ചത്. രണ്ടാമത് അത് BJPക്കെതിരായിട്ട് വലിയ ആക്ഷേപമായി വന്നപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചു. അപ്പൊ UDF വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്താം എന്ന് കരുതിയിട്ടാണ് വന്നത്. ഒരു വോട്ടും ഞങ്ങളുടെ വിണ്ടുപോകില്ല. BJP വോട്ട് അല്ല, അവര് തമ്മിൽ ധാരണയുണ്ടല്ലോ, ചെയ്യാറുണ്ടല്ലോ സാർ. അതൊന്നും ഞങ്ങളുടെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ല. ഞങ്ങൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലൂടെ ചെയ്യും. അതൊക്കെ പൊളിറ്റിക്കൽ വോട്ടാണ്. ഞങ്ങൾക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ വോട്ടാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമായ പിന്തുണയ്ക്കുന്നവരാണ്. ഈ സർക്കാരിന് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതൊന്നും ഒരാൾ പോവില്ല. BJPക്ക് വോട്ട് ചെയ്തിട്ട് LDFനെ ജയിപ്പിക്കാൻ ഞങ്ങളുടെ വോട്ട് ബാങ്ക് ആണെങ്കിൽ അവർ കൂട്ടുനിൽക്കില്ല. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഡിമാൻഡ് അവരും വെച്ചിട്ടില്ല, ഞങ്ങളങ്ങനെ ചെയ്യില്ല. ഞങ്ങളില്ലെന്ന് ഞങ്ങളങ്ങനെ ആലോചിച്ചിട്ടില്ല എന്ന് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞല്ലോ. അല്ല, അതൊക്കെ എല്ലാ കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു. അല്ല, അതൊന്നും നമ്മളിവിടെ വിശദാംശങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ പറയില്ലേ, അവര് ഞാൻ ചെയ്യുന്നത് മതേതര നിലപാട് കാട് പിടിച്ചു കിടക്കുന്ന കോൺഗ്രസിന്റെ മതേതര നിലപാട് വെട്ടിത്തെളിച്ച് പുതിയ മതേതര നിലപാട് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പദവിയിൽ എത്തുമ്പോൾ തന്റെ ചുമതല. ഇനി അങ്ങനെ ഒരു വർഗീയ പ്രസ്ഥാനങ്ങളുമായി ചിഹ്നത്തിലങ്ങാൻ ഞാൻ ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞു. അല്ലല്ല, നിങ്ങള്